ആദ്യം വീഡിയോയുടെ ടൈറ്റിൽ എങ്ങനെ ടാഗ് കൊടുക്കാം. അതിനായി ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ടിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് കാണിക്കും. ഇവിടെ ടൈറ്റിലിൽ നമുക്ക് ഒരു 3 ടാഗൊക്കെ കൊടുക്കാൻ കഴിയും. ഞാനിപ്പോൾ ഇവിടെ ഒരു ടാഗ് കൊടുക്കുകയാണ്. ഞാൻ ടാഗ് കൊടുക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ചാനലിൻ്റെ പേര് അവസാന ഭാഗം ആദ്യം കൊടുക്കും. ആദ്യം ഹാഷ് കൊടുക്കുക. ഞാനിത് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതായത് ഞാൻ പറഞ്ഞതുപോലെ ചാനലിൻ്റെ പേര് തിരിച്ച് എഴുതി കൊടുക്കുക. പേര് കൊടുത്തിരിക്കുന്നത് എല്ലാം ചെറിയ അക്ഷരത്തിലാണ്. ഇതുപോലെ ടാഗ് കൊടുക്കുമ്പോൾ സ്പേസ് ഇടാൻ പാടില്ല, എന്നാലേ ഇത് ഒരു ലിങ്കായി മാറും. ചാനൽ തുടങ്ങിയവർ ഈ ഒരു കാര്യം ചെയ്യാൻ മറക്കരുത്. ഞാനും ഇതുപോലെ കൊടുത്തതിന് ശേഷമാണ് എൻ്റെ വീഡിയോയും സെർച്ചിൽ വന്നത്. എല്ലാവരും ഇതുപോലെ ഹാഷ്ടാഗും ടാഗും ഇതുപോലെ വീഡിയോയിൽ കൊടുത്തു വയ്ക്കുക. എല്ലാ പ്രേക്ഷകരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കാൻ മറക്കരുത്. വെറുതെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്താൽ അത് സെർച്ചിൽ പോകില്ല. വീണ്ടും ഈ പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ടിക്ക് ചെയ്യുക. ഇനി ഹാഷ്ടാഗ് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. അതിനായി ഇവിടെ ടിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഇൻ്റർഫേസ് കാണിക്കും. ഇവിടെ ടിക്ക് ചെയ്യുക. ഇവിടെ യൂട്യൂബ് മലയാളം എന്ന് എഴുതി കൊടുക്കുകയാണ്. പേര് എഴുതി കൊടുത്തതിന് ശേഷം ഡോട്ട് ഇടാൻ മറക്കരുത്. അതിനുശേഷം സേവ് കൊടുക്കുക. ഇപ്പോൾ അതൊരു ഹാഷ്ടാഗായി മാറിയത് കാണാം. അടുത്ത ഒരു ഹാഷ്ടാഗ് കൊടുക്കുന്നത് യൂട്യൂബ് ക്രിയേറ്റ് എന്നാണ്. ഈ ഒരു ഹാഷ്ടാഗ് കൊടുക്കുമ്പോഴും സ്പേസ് ഇടാൻ പാടില്ല. അതുപോലെ ഡോട്ട് കൊടുക്കണം, എന്നാലേ അതൊരു ഹാഷ്ടാഗായി മാറും. നിങ്ങൾ എന്ത് വീഡിയോയാണ് ഇടുന്നത്, നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ഹാഷ്ടാഗ് കൊടുത്താൽ മതി. ഞാൻ യൂട്യൂബ് ക്രിയേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ടാഗുകൾ ഇടുന്നത്. അടുത്ത ഹാഷ്ടാഗ് കൊടുക്കുന്നത് മലയാളം ക്രിയേറ്റ്. അതിനുശേഷം ഡോട്ട് കൊടുക്കുക. ഇപ്പോൾ അതൊരു ഹാഷ്ടാഗായി മാറി. നമ്മളുടെ വീഡിയോ എന്താണ്, അതിനെക്കുറിച്ച് പല രീതിയിലും നമ്മൾ ഹാഷ്ടാഗ് കൊടുക്കുക. യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയും സെർച്ചിൽ പോകുന്നതാണ്. ഇനി ഹാഷ്ടാഗായി കൊടുക്കുന്നത് ചാനലിൻ്റെ പേര്. ചാനലിൻ്റെ പേരും ഹാഷ്ടാഗായി കൊടുക്കുക. ചാനലിൻ്റെ പേര് തിരിച്ചും മറിച്ചും ഹാഷ്ടാഗായി കൊടുക്കുക. ഡോട്ട് കൊടുക്കുക. ഇപ്പോൾ ചാനലിൻ്റെ പേരും ഹാഷ്ടാഗായി മാറി. കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കുക. ഇനി ഈ ഒരു ആരത്തിൽ ടിക്ക് ചെയ്യുക. ഇനി ഈ 2 ബോക്സിൽ ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ടിക്ക് മാർക്ക് കൊടുത്തുകൊണ്ട് സേവ് ചെയ്യുക. ടിക്ക് മാർക്ക് ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷനായി പോകില്ല. നിങ്ങളും നിങ്ങളുടെ വീഡിയോയിൽ നോക്കുക ഈ ഒരു ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന്. ടിക്ക് മാർക്ക് ഓൺ ചെയ്ത് സേവ് കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.